ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതേഴ്സ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നമ്മുടെ നാടൻ ഉണ്ണിയപ്പമാണ്. ഇതിനു മുന്നേ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അരിയൊക്കെ അരച്ച് കുറേ സമയം വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് മാവ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചിട്ടെടുക്കാം. അതിനായിട്ട് 2 കപ്പ് ചീകിയ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അലിയിച്ചെടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പാളന്തോടൻ പഴമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. അരിയുടെ ആയാലും ഗോതമ്പിൻ്റെ ആയാലും പാളന്തോടൻ പഴം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 3 പാളന്തോടൻ പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സിയിലൊന്ന് നല്ലതുപോലെ അരച്ചിട്ടെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൊത്തല്ല, തേങ്ങ ചിരകിയതാണ്. അതൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കൊന്നും അധികം തേങ്ങാക്കൊത്ത് ചേർക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് നെയ്യിലൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആകും വരെ വറുത്തെടുക്കാം. പഴം ഞാൻ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ശർക്കര പാനി ഞാൻ അലിയിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആട്ടയാണ്. 2 കപ്പ് ആട്ടമാവാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ആട്ടയൊന്ന് അളന്നെടുക്കാം. ഇപ്പോൾ 2 കപ്പ് ആട്ടാമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. ഇത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം മാത്രം മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം 1/2 അവർ വെച്ചിട്ടാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത്. ഇനി ഇത് കോരി ഒഴിക്കാൻ പാകത്തിനൊന്ന് ലൂസാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിന് കിട്ടണം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്താൽ മതി. നമ്മളിപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് മാവ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊലിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഓരോ കുഴിയുടെയും ഒരു 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഇതേപോലെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിക്ക് വേണം മാവ് ലൂസാക്കി എടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ലൂസാക്കി എടുക്കരുത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ അകമൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഒരു ഭാഗം പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇത് ഒരുപാട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. ഒരു 2 മിനിറ്റ് എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ട്രഡീഷണൽ പലഹാരമാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഗോതമ്പ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം അതേഴ്സ് വേൾഡ്.